അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഹജ്ജിനും ഉംറക്കും പോയി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ കൊണ്ടുവരുന്ന വെള്ളമാണ് സംസം. നമ്മളൊക്കെ ചെറുപ്പം മുതലേ വളരെ ബഹുമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കുടിച്ചു വരുന്ന വെള്ളമാണ് സംസം. മസ്ജിദുൽ ഹറമിലെ പ്രസിദ്ധമായ ഒരു കിണറിലെ വെള്ളമാണ് സംസം. കഅബ ഷരീഫിനും ഈ കിണറിനുമിടയിൽ 38 മുഴം അകലമേയുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം തൻ്റെ പ്രിയപത്നി ഹജറ ബീവിയെയും മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. അപ്പോൾ വെള്ളവും ഭക്ഷണവുമില്ലാതെ ഹജറ ബീവി ഇത് അന്വേഷിച്ച് നടന്നപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം കൈകാൽ നിലത്തിട്ട് അടിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സഹായമായി ഉറവെടുത്തു വന്ന വെള്ളമാണ് സംസം വെള്ളം. വളരെ ശ്രേഷ്ഠമായ വെള്ളമാണത്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, സംസം വെള്ളം എന്ത് ആവശ്യത്തിനാണോ കുടിക്കുന്നത് അത് അള്ളാഹു നിർവഹിച്ചു തരും എന്നാണ്. നല്ല നിയ്യത്തോടു കൂടി കുടിക്കണമെന്നാണ്. ഇത് കുടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, നിയ്യത്ത്. നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല നിയ്യത്ത് വേണം. കടം വീടാനാണെങ്കിൽ അങ്ങനെ, രോഗം മാറാനാണെങ്കിൽ അങ്ങനെ നല്ല നിയ്യത്തോടു കൂടി വേണം ഇത് കുടിക്കാൻ. സംസം വെള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളത്തിൽ ഒന്നാണ് സംസം വെള്ളം. ഒന്നാം സ്ഥാനം നബിയുടെ കൈകൾക്കിടയിൽ കൂടി വന്ന വെള്ളമാണ്. സംസം വെള്ളം അത്ഭുതമാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് അതിൽ നിന്നും എടുക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു തുള്ളി പോലും കുറയുന്നില്ല എന്നതാണ് സത്യം. ഇത്രയും വലിയ അത്ഭുതമാണ്. കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഇരുന്ന് കുടിക്കൽ പ്രത്യേകം സുന്നത്താണ്. മാവു സംസം ലിമാ ശുരിബലഹു എന്ന് കുടിക്കുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. സംസം വെള്ളം ഏതൊരു ലക്ഷ്യം വെച്ചാണോ ഉദ്ദേശം വെച്ചാണോ നാം കുടിക്കുന്നത് അതവന് ലഭിക്കും എന്നർത്ഥമുള്ള ഹദീസ് പറഞ്ഞുകൊണ്ട് കുടിക്കുകയും അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും മുൻനിർത്തി അത് മനസ്സിൽ കരുതി പ്രത്യേകം കുടിക്കലും സുന്നത്താണ്. അതുപോലെ ബിസ്മി ചൊല്ലി 3 പ്രാവശ്യമാക്കി കുടിക്കലും സുന്നത്താണ്. സംസം വെള്ളം കുടിച്ച ശേഷം ബാക്കിയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ പുരട്ടലും സുന്നത്തുള്ളതാണ്. അസ്സലാമു അലൈക്കും.